വെൽക്കം എവരിവൺ. ഇത് സാംസങ് 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അതിൽ ചൈന ബോർഡ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഓസിലേഷനും സ്ക്രീനും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതാണ് കംപ്ലൈൻറ്റ്. പവർ ലീഡ് ഇങ്ങനെ കത്തി നിൽപ്പുണ്ട്. പിന്നെ ബോർഡിൻ്റെ എല്ലോറ്റിയുടെ ഒരു സൈഡിൽ നിന്ന് ഒരു ശബ്ദം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ശബ്ദം എന്താണെന്ന് ഞാനിപ്പോൾ കേൾപ്പിച്ച് തരാം. ഈ ഒരു ശബ്ദമാണ് ഈ എല്ലോറ്റിയുടെ ആ ഒരു സൈഡിൽ നിന്ന് വരുന്നത്. ചിലപ്പോൾ എല്ലോറ്റിലെന്നായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. ഇതിലിപ്പോൾ ഓസിലേഷനൊന്നുമില്ല, പവർ ലൈറ്റ് മാത്രം കത്തിനിപ്പുണ്ട്. പിന്നെ ബോർഡൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബോർഡാണ്. അപ്പോൾ ഇനി ബോർഡിൽ വോൾട്ടേജസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ ഇപ്പോൾ പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ 0.39 കാണിക്കുന്നത്. പിന്നെ HT സപ്ലൈ റെസിസ്റ്ററിൽ ഇതാ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ സെയിം ആ ഒരു വോൾട്ടേജാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ നോർമൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 110 വോൾട്ടേജ് പവർ സപ്ലൈ ഔട്ട്പുട്ടിൽ വരണം. അപ്പോൾ അവിടെ ആ ഒരു വോൾട്ടേജ് പ്രസൻ്റ് അല്ല, അതായത് വോൾട്ടേജ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ കപ്പാസിറ്ററിലാണ് പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് നിൽക്കുന്നത്. ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ 110 വരണം. അപ്പോൾ ഇത് നേരെ ഇവിടുത്തെ ഈ ഒരു റെസിസ്റ്റർ വഴി ഇതുവഴി കയറി ഈ ഒരു എല്ലോറ്റിയുടെ ഈ ഒരു പിന്നിലോട്ട് വരും. +B എന്ന് പറയുന്ന പിന്നിലോട്ട് ഈ വോൾട്ടേജ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതുവഴി കയറി HT സപ്ലൈ റെസിസ്റ്ററിലെത്തി കപ്പാസിറ്റർ വഴി ഈ ഒരു എല്ലോറ്റിയുടെ +Bയിലോട്ട് വരും. എല്ലോറ്റിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഈ വോൾട്ടേജ് കാണിക്കില്ല, അങ്ങനെ ഒരു പ്രശ്നവും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലോറ്റിയുടെ ഈ ഒരു ലെഗ് ഡീസോൾഡർ ഇത് ഇളക്കി വിടുകയാണ്. ഓക്കെ, ഇനി ഇളക്കി വിട്ടിട്ട് പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ എല്ലോറ്റിയുടെ കാലിളക്കി വിട്ടിട്ടുണ്ട്. ഇനി പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. നോർമൽ വോൾട്ടേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ 100, 109, 110 കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെയും ആ ഒരു വോൾട്ടേജ് കാണിക്കണം, 110 കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലോറ്റിയുടെ കാല് ഇളക്കി വിടുന്നതിന് മുമ്പേ 0.39 ആയിരുന്നു. ഇപ്പോൾ കാലിളക്കി വിട്ടിട്ട് പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്തപ്പോൾ നോർമൽ വോൾട്ടേജ് അവിടെ പ്രസൻ്റ് ആയിട്ട് ഉണ്ട്, അതായത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്ന് മനസ്സിലാക്കാം എല്ലോറ്റി കംപ്ലൈൻ്റ് ആണെന്ന്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എല്ലോറ്റി ഇളക്കിയിട്ട് വേറെ എല്ലോറ്റി ഇടാം. എല്ലോറ്റിയുടെ നമ്പർ എന്ന് പറയുമ്പോൾ BSC 25 T1010A ആണ്. എല്ലോറ്റിയുടെ വില വന്നിട്ട് ഏകദേശം ഒരു 200 രൂപ അടുപ്പിച്ചുണ്ട്. പിന്നെ ചില കടയിൽ 230, 220 ആ ഒരു റേഞ്ചിന് വാങ്ങിക്കും. എന്നാലും കൂടുതൽ പേര് 200 രൂപ വാങ്ങിക്കും. ഇവിടെ ഇപ്പോൾ പുതിയ എല്ലോറ്റി വാങ്ങിച്ചിട്ടുണ്ട്. 200 രൂപ തന്നെയാണ് വില. BSC 25 T1010A ആണ് എല്ലോറ്റിയുടെ നമ്പർ. ഇവിടെ ഇപ്പോൾ എല്ലോറ്റി കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി TV ഓൺ ചെയ്ത് നോക്കാം. TV ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ കറക്റ്റായിട്ട് ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ കംപ്ലൈൻസൊക്കെ മാറി. എല്ലോറ്റി ആയിരുന്നു ഇതിൻ്റെ പ്രോബ്ലം. ചാനലിൽ വേറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അതല്ലാതെ ഈ നോർമൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സമയമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ഇവിടെ പറയുന്നതിൽ പ്രവർത്തിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് ദയവായിട്ട് ക്ഷമിക്കുക.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഓൺ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.